വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. മൂന്നാല് ദിവസമായിട്ട് ചേട്ടത്തിന്റെ പള്ളിയിലേക്കൊന്നും കണ്ടില്ല. എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു. ഫുൾ ടൈം വീട്ടിലിരുന്ന നമ്മുടെയൊക്കെ ജീവിതമാവുന്ന വണ്ടി ഓടുമോ ജോയി? നിന്നോടൊക്കെ സംസാരിച്ച ഉരുളയ്ക്ക് ഉപ്പേരി പോലെയല്ലേ മറുപടി വരുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളോടുള്ള സ്നേഹം ഒരു വശത്ത്, ഭർത്താവിനോടുള്ള ഇവിടുത്തെ ഓർമ്മകൾ ഒരു വശത്ത്. അതെ അച്ചു, മരണം വരെ ഇവിടെ ജീവിച്ച് മരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ദേ അവിടെ ചെന്നേ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ വിളിച്ച് പറയരുത്. എവിടുന്ന്? ഞാനാ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മയെ പറഞ്ഞ അതങ്ങനെ സമ്മതിപ്പിക്കണം. ഞാനാണെങ്കിലേ നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള വാടകക്കാരെ വേറെ റെഡിയാക്കി കഴിഞ്ഞു. ഞാനൊരു പാർട്ടിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല വാടകയും തരും. എടാ ആൻഡോ, നിന്റെയൊക്കെ CBI കളിയുണ്ടല്ലോ, ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. രണ്ടുപേരും കൂടെ ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞു വാ. അല്ല, ഞാൻ ചേട്ടനായി കൊടുക്കാം. ആ ഹലോ ചേച്ചി, സുഖം തന്നെയല്ലേ? അളിയനും പിള്ളേർക്കെല്ലാം. എടാ മോനെ ജോയി. ആ പറയേച്ചി. നീ ഒരുപാടങ്ങ് പതപ്പിക്കല്ലേ. ദേ ഒരു കാര്യം ഞാൻ വളച്ചുകെട്ടില്ലാതെ എന്ന് പറഞ്ഞേക്കാം, ഒന്നിച്ച് നിന്നാൽ എന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് പിന്നെ ചേച്ചി, അത് പിന്നെ ഇത് പിന്നെ ഒന്നും പറയണ്ട. ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാവും, അമ്മയുടെ അടുത്ത്. ദേ മനസ്സിലുള്ള സകല കൊനഷ്ടം കളഞ്ഞേച്ച് അങ്ങോട്ട് വന്നാ നിങ്ങൾക്ക് കൊള്ളാം. പെങ്ങളത് രണ്ടും കൽപ്പിച്ച നീ എന്തിനപ്പ കയറി ഡേവിസണിനെ വിളിക്കാൻ പോയത്? അതുകൊണ്ട് ചേച്ചി ഇപ്പൊ ഇങ്ങനെ അടഞ്ഞു നിൽക്കണത്. ആഹാ, ഇപ്പൊ ഞാൻ വിളിച്ചാണ് പ്രശ്നമായത്. നമ്മൾ 3 പേരും തമ്മിൽ ഒരു ധാരണയിൽ അങ്ങോട്ട് പോയാ കാര്യങ്ങൾ എളുപ്പമുള്ളൂ വിചാരിച്ചാണ് ഞാൻ. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. ദേ കൂടുതലൊന്നും പറയണ്ട. അളിയനെ കൊണ്ട് മണ്ടത്തരം പറയിപ്പിക്കാൻ പോയ ആളാ. ഇപ്പൊ സകല മണ്ടത്തരവും നീയല്ലേ വിളിച്ചു പറയണത്? അല്ല, അത് വേണ്ട, എല്ലാം ഞാൻ അവിടെ നിന്ന് കേട്ടതല്ലേ. വാ, നീ വണ്ടി എടുത്തേ. എന്തിനാ അന്നാവരുമായിട്ടൊക്കെ ഇങ്ങനെ വഴക്കിന് പോണത്? അയ്യോ, ഒരു സമാധാന ദൂതൻ. കഴിഞ്ഞ തവണ പറമ്പ് വിറ്റപ്പോഴേ എന്നെ രണ്ടും കൂടെ പറ്റിച്ചതേ 15 സെന്റാ. 15 സെന്റിന് എത്ര ലക്ഷം രൂപയാന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. അപ്പൊ മിണ്ടാണ്ടിരുന്നോണം. അന്നും ഇതുപോലെ തന്നെ എന്തിനാ എന്നെ, പോട്ടെന്നെ, വേണ്ടെന്നെ എന്നൊക്കെ പറയുന്ന കേട്ടോണ്ടാ എനിക്ക് അബദ്ധം പറ്റിയത്. ഞാനൊന്നും പറയുന്നില്ലേ. അല്ല, ഇതിപ്പോ എന്ത് വെക്കാനാ നിങ്ങള് ഈ കൂടിയാലോചന? ഓ എന്റെ പൊന്നു ചേട്ടാ, ആ വീട്ടിന്നേ അമ്മയെ മാറ്റി അത് വാടകയ്ക്ക് കൊടുക്കാനാ പ്ലാൻ. അപ്പൊ അമ്മയോ? എന്താ രണ്ടും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നൊന്നും എനിക്കറിയില്ല, എന്നോടൊട്ട് പറഞ്ഞിട്ടുമില്ല. അല്ല പിന്നെ നീ ഇതെങ്ങനെ അറിഞ്ഞു? നമ്മുടെ ജോയിയുടെ കൂട്ടുകാരൻ ആ KSRTC ഡ്രൈവറില്ലേ ദിവാകരൻ, ഈ ദിവാകരന്റെ ഭാര്യയെ ഞാൻ വില്ലേജ് ഓഫീസിൽ വെച്ച് കണ്ടപ്പോ അവരെന്നോട് ചോദിക്കുക, നിങ്ങളുടെ തറവാട് വാടകയ്ക്ക് കൊടുക്കാൻ പോവല്ലേന്ന്. അവരതെന്നോട് ചോദിക്കണമെങ്കിൽ ഈ വിവരം ജോയി ദിവാകരനോട് പറയുകയും ദിവാകരനത് ഭാര്യയോട് പറയുകയും ചെയ്തിട്ടായിരിക്കുമല്ലോ അവരതെന്നോട് ചോദിച്ചു. എന്റെ അന്നേ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല പിന്നെ ഇടിച്ചിടിച്ച് കട്ടക്ക് ഇന്നില്ലെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാടക അഡ്വാൻസും ഒക്കെ തുല്യമായിട്ട് വീതിക്കണം, അല്ലെങ്കിൽ വിടില്ല ഞാൻ രണ്ടിനെ. അമ്മ ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, നമ്മുടെ തലയിലാകരുത്. ദേ പറഞ്ഞേക്കാം, ഒന്നും കേറി ഏറ്റേക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, അമ്മയുടെ ഹിതം നോക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്.
തോബിത്ത് 4-ാം അധ്യായം 3-ാം വാക്യം. എല്ലാം നീ ഉചിതം പോലെ ചെയ്തോ, ഞാൻ അവിടെയൊക്കെ ഉണ്ടാവും. എന്നാൽ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാ അമ്മ അവിടുന്ന് മാറ്റി ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നെന്ന. സാവധാനം അത് വിൽക്കാൻ, അല്ലാതെ എന്തിനാ? രണ്ടിനെ എനിക്കറിയില്ലേ. അതാ പറഞ്ഞത്, കട്ടക്ക് ഇടിച്ച് ഒപ്പം നിന്നില്ലെങ്കിലേ എന്തെങ്കിലും തന്നങ്ങ് ഒതുക്കിക്കളയും. ഈ കുന്ത്രാണ്ട് ഇപ്പോഴെങ്ങാനും ശരിയാവോ? ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാവും. ആഹാ, ഇത്ര നേരം കീഴാതെയാണോ ശരിയാക്കിയത്? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന ഇത് തന്നെ. ആ അനങ്ങിയല്ലോ. നീ കയറ്. എത്ര നേരത്തേക്കാണെന്നറിയില്ല. ഇരുന്നോ? ആ ഈ ഡേവിസേനല്ലേ? അതെ. ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, അത് ഈ എന്നെ മനസ്സിലായി. അത് പിന്നെ സൈമൺ, മെമ്പർ സൈമൺ. ഓ, മനസ്സിലായി. ഈ ആൻഡ്രോയുടെയും ജോയുടെ അളിയനല്ലേ? അതെ, ഇപ്പൊ മനസ്സിലായി. ചേട്ടന്റെയും അന്നശേഷിയുടെയും കല്യാണത്തിന് റിസപ്ഷനിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അല്ലിയാമ്പൽ ഇപ്പൊ എവിടെ പോണു? പഞ്ചായത്തിലേക്ക്. കവലയിൽ ഒരാളെ കാണാനുണ്ട്. അവിടെ പഞ്ചായത്തിന്റെ വണ്ടി കവലയിൽ വരും. അപ്പൊ അതില് വേണം പോകാൻ. ഇതിന്റെ അപ്പുറത്താണ് എന്റെ വീട്. ഒന്നാമത്തെ കാര്യം, ഒന്ന് കണ്ടാൽ തന്നെ സംസാരിക്കാൻ എവിടെയും സമയം. ഈ തിരക്കല്ലേ. ഈ ജനങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നാ മതി. ഇതെല്ലാം നടത്തി കൊടുക്കണ്ടേ? അല്ല, ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ മാത്രല്ല, അന്നയുണ്ട്. അന്ന ചേച്ചിയാ? കൊറേ നാളായി കണ്ടിട്ട്. ദേ അവിടെ എവിടെയാണ് ഞങ്ങളുടെ വീട്ടിലെ അമ്മയെ നോക്കാൻ നിൽക്കുന്ന സ്ത്രീയുടെ വീടില്ലേ? ആ, മനസ്സിലായി. ത്രേസ്യ ചേച്ചിയെ നോക്കാൻ നിൽക്കണം മേരി ചേച്ചിയല്ലേ? അല്ല ചേട്ടാ, നിങ്ങള് മറ്റേ ത്രേസ്യ ചേട്ടത്തിയും മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് അത്ര രസത്തിലല്ലെന്ന് കേട്ട്. അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ കേട്ടത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വീട് വിൽക്കാൻ പോകുന്ന അങ്ങനെ എന്തൊക്കെ പറയണത് കേട്ട്. ഒരു മിനിറ്റ്. ഹലോ, അതേ മെമ്പറാണ്. ആ പറയ്. അതേ വേണം. എന്റെ പൊന്നി അങ്ങാതി, നിങ്ങളിത് ഏതു ലോകത്താണ് ജീവിക്കുന്നത്? ഈ വക നിസ്സാര കാര്യത്തിന് ഞാൻ അവിടം വരെ വരേണ്ട കാര്യമുണ്ടാ? ആ അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരില്ലേ? പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഒരു മെമ്പർ എന്ന് മനസ്സിലാക്കാതെ ചില പലചരക്ക് കടക്കാരോട് പെരുമാറുന്നതുമാരെ എന്നോട് പെരുമാറരുത് പ്ലീസ്. ആ ശരി, ഓക്കെ. അതെ ഏട്ടാ, ഈ ചുക്കിനും ചുണ്ണാമ്പിനും ഒക്കെ വിളിക്കും. വിവരമില്ലാത്തത് തലക്ക് വെളിവരില്ല ഏട്ടാ. അല്ല, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? അത് നിങ്ങളുടെ ഫാമിലി പ്രശ്നം. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ, ആ മെമ്പർ സൈമൺ. പള്ളി കല്യാണത്തിനാ? ആരുടെ കല്യാണമാണ്? ഓ, ജോസഫേട്ടന്റെ പാട്ട് കല്യാണം. ഓ, പിന്നെന്താ. അതെ, നമുക്കേ കാനായിലെ പാട്ട് കേട്ടിട്ടുണ്ട? അവിടെ ഒന്നും പോയിട്ടില്ലെന്നാ? ഗലീലിലെ കാനായിൽ പോണ കാര്യമല്ല പറഞ്ഞത്. കാനായിലെ കല്യാണം പാട്ട് കേട്ടിട്ടുണ്ട നീ? അല്ല വേണ്ട, ഞാൻ പാടാം. കാനായിലെ കല്യാണരാവിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി വിസ്മയം പൂണ്ടു ലോകരന്ന് വിസ്മൃതിയിൽ തുടരുന്നു ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ.
അല്ല നിങ്ങളെന്താ പുറത്ത് നിൽക്കണത്? ഇവിടെ ആരും ഇല്ല, വാതിലൊക്കെ അടഞ്ഞു കിടക്കുക. അമ്മ ഇവിടെ ഇല്ലെന്നാ? അമ്മ ഇതെവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കേണ്ട അളിയാ, അമ്മ ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്ന ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴേ ആരോ വന്ന് കാറി കയറ്റി കൊണ്ടുപോയിന്നാ പറഞ്ഞു. അതാരാ അമ്മയെ വന്ന് കാറി കയറ്റി കൊണ്ടുപോയത്? അല്ല ചേച്ചി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണത്? എന്തു മിണ്ടാൻ? അതെന്താ ചേച്ചി ഒരു വഴക്ക് പോലെ? വഴക്ക് മാതിരി അല്ലടാ, ആ. വഴക്ക് തന്നെയാ. ദേ അമ്മയുടെ അടുത്ത് കൂടി ചക്കര വർത്താനം പറഞ്ഞ് പൊട്ടോ പൊടിയോ തന്ന് എന്നെ ഒതുക്കാനാണ് നിങ്ങളുടെയൊക്കെ വിചാരമെങ്കിലേ എന്റെ ചേച്ചി എന്തൊക്കെയാ പറയണത്? ചേച്ചിക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടോ? ഇല്ല, അതല്ലേ കാര്യം. എങ്കിൽ ആദ്യം വിശ്വസിക്കണം, എന്നിട്ട് 3 പേരും കൂടി ഒരു തീരുമാനം എടുക്കണം. അത് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണം. വിശ്വസിപ്പിക്കാനോ? എന്തു വിശ്വസിപ്പിക്കാൻ? അല്ല അത് അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. അതായതേ ഈ വീട് നമ്മളെ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. കേൾക്കാതെ എങ്ങനെയാണ്? അമ്മയോട് സംസാരിക്കുന്നതിന് മുമ്പേ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? എന്ത് പ്ലാൻ? ദേ മിണ്ടരുത്. എടോ താനിങ്ങനെ അമ്പിനും വില്ലിനും അടുക്കാതെ നിന്നാ എന്താ ചെയ്യാ? അളിയ ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതെ, അത് ശരിയാ. ആദ്യം അവര് പറയുന്നതൊന്ന് കേൾക്കാന്നെ, എന്നിട്ട് മിണ്ടാതെ അവിടെ നിന്നോണം. എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പണ്ട് അപ്പം ഉണ്ടായിരുന്ന കാലത്തെ പറമ്പ് വിറ്റ് വീതം വെച്ചപ്പോ ചേച്ചിക്ക് അല്പം കുറഞ്ഞു പോയി. അതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ലടാ. ഇല്ലെന്നീ ജോയി പറയട്ടെ. ദേ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. ചേച്ചിക്ക് അന്ന് കുറഞ്ഞു പോയെങ്കിലേ അതന്ന് അപ്പനോട് ചോദിക്കണമായിരുന്നു, അല്ലാതെ എന്നോട് മെക്കെട്ട് കയറാൻ വരരുത്. അളിയ വേണ്ട അളിയ, ഒരു വഴക്കുണ്ടാക്കല്ലേ. നിങ്ങൾ മിണ്ടായിരുന്നേ അവിടെ. അങ്ങനെ ആരും അപ്പന്റെ കുറ്റം പറഞ്ഞേ രക്ഷപ്പെടണ്ട. കെട്ടിച്ചു വിട്ടപ്പോ ചേച്ചിക്ക് സ്ത്രീധനം ഒത്തിരി കൊടുത്തതല്ലേ, ഇനിയിപ്പോ തുല്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പനെ കറക്കിയെടുത്ത് എനിക്കുള്ളത് കുറച്ചു കളഞ്ഞ ജോയി പുണ്യാളനാ ഈ തത്വജ്ഞാനം പറയുന്നത്. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. ഭോഷന്മാർ ചണ്ട കൂട്ടിക്കൊണ്ടിരിക്കും. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ താൻ കരുതിയിരിക്കണെങ്കിലേ അങ്ങനെ തന്നെ കരുതിക്കോ. വേണ്ട അളിയ, വെറുതെ എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്? ചേട്ടൻ മിണ്ടാതിരി. ആ അത് ശരിയാ, ചേട്ടൻ മിണ്ടാതിരി. എന്നിട്ട് അയാൾ വായ തോന്നുന്നത് പറയട്ടെ. എന്റെ അളിയ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ചേച്ചി എന്തിനാ ഇങ്ങനെ അടഞ്ഞിരിക്കണത്? നമുക്ക് 3 കൂട്ടർക്കും ഗുണമുള്ള കാര്യത്തിലല്ലേ? ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ എനിക്കോ ചേച്ചിക്കോ ഇവനോ കഴിയില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടേ നമുക്കൊരു ഗുണവുമില്ല. അതുകൊണ്ടാ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കണത്. അമ്മയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റിയ ശേഷമേ നല്ല വിലക്ക് ഇത് വിൽക്കണം, എന്നിട്ട് തുല്യമായിട്ട് വീതിച്ചെടുക്കണം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അല്ലാതെ ഒറ്റയടിക്ക് വിൽക്കാൻ പറഞ്ഞാ അമ്മ സമ്മതിക്കോ? അതെ, അത് ചേച്ചിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, വിട്ടേര്. ഞാൻ പോകുന്നു, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഞാനും വരണി. ചേച്ചി അടിയെ ഞങ്ങൾ പോണു. എന്റെ പൊന്നു മനുഷ്യ, ഇവരോട് നിക്കാൻ പറ. ആവശ്യമുള്ള സമയത്ത് വാ തുറക്കില്ല. അളിയ ഒന്നും അവിടെ നിന്നേ. എടാ, നിങ്ങള് എന്നെ കൂടി ഉൾപ്പെടുത്തിയ ഇതൊക്കെ തീരുമാനിച്ചിരുന്നെങ്കില് നേരത്തെ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ പറ്റിക്കായിരിക്കും. കൊള്ളാം ചേട്ടാ, അവിടെ കേട്ടാ. ചേച്ചി വന്നേ, വാ. നമ്മളെ വിശ്വാസമില്ലാത്തോടത്തെ ഇനി വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, ഈ ജോയിയുടെ ഒരു കാര്യം. നിങ്ങൾ ഇത് വിശദമായിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഈ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദേ അന്നയ്ക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. അല്ല, അമ്മ ഇത് സമ്മതിക്കുമെന്നാ? അതൊക്കെ ഞാൻ ഏറ്റു. അമ്മയെ ഞാൻ വരച്ച വരെ കൊണ്ടുവരും. നിങ്ങൾ കണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്നാ അമ്മയെ പുഷ്പം പോലെ തറപറ്റിക്കാം. നമ്മൾ വിചാരിച്ച പോലെ നീങ്ങിയാലുണ്ടല്ല അമ്മ അടുത്ത ആഴ്ച വൃദ്ധസദനത്തിലാ. അതിന്റെ അടുത്ത ദിവസം വാടകക്കാരും വരും. ആ, അതിനടുത്ത 2 മാസത്തിനുള്ളിലേ ഈ വീടും സ്ഥലവും നമ്മൾ വിറ്റിരിക്കും. എന്നിട്ട് അത് 3 നമുക്ക് വീതിച്ചെടുക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്?
അതിന് സന്തോഷമല്ലേ ഉള്ളൂ. അല്ല തന്നെ. അല്ലാതെ അപ്പന്റെ ഓർമ്മ, അപ്പൂപ്പന്റെ തറവാട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തി 6-10 ഇത് അമ്മയാണല്ലോ. ഹലോ അമ്മേ, അമ്മ ഇതെവിടെയാ? ഈ അമ്മയ്ക്കിത് എന്ത് പറ്റി? പള്ളി ചെന്നപ്പോ അമ്മ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഇനി ആരെങ്കിലും കാണാൻ വന്നായിരിക്കോ? എങ്കിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാ പോരായിരുന്നോ? നമ്മൾ അവിടെ വല്ലയിടത്ത് നിൽക്കലായിരുന്നോ? അല്ല, അമ്മയെ കണ്ട് നേരിട്ട് ചോദിക്കാലോ. അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? ദേ അമ്മ. അല്ല അമ്മ ഇതെന്ത് പണിയാ കാണിച്ചത്? വേണ്ട, ആരും ഒന്നും പറയണ്ട. എല്ലാം ഞാൻ അങ്ങോട്ട് പറയാം. അമ്മ ഇവിടെ വൃദ്ധസദനത്തിൽ ആരെ കാണാൻ വന്നതാ? ഞാൻ ആരെയും കാണാൻ വന്നതല്ല. ഇനി മുതല് ഞാൻ ഇവിടെയാ. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കോടാ ജോയി? അമ്മേ, അത് എന്നെ വൃദ്ധസദനത്തിലാക്കാൻ ഇവൻ ഇവിടെ വന്ന് ബുക്ക് ചെയ്തിരുന്നു. അപ്പോ അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇവന്റെ നമ്പറിൽ വിളിച്ച് കിട്ടാതായപ്പോ മിനിയാന്ന് ഇവരിവിടുന്ന് അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. അപ്പോഴാ മക്കളുടെ മനസ്സിലിരിപ്പ് അമ്മയ്ക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ വീടങ്ങ് വിറ്റു. വിറ്റെന്നോ? അതെ, 1-2 തവണ വീട് സ്ഥലവും അന്വേഷിച്ചു വന്നിരുന്ന പാർട്ടിയാ. അടുത്ത തിങ്കളാഴ്ച രജിസ്ട്രേഷനാ. അല്ല, അപ്പം ഞങ്ങൾക്ക് വീതം വയ്ക്കലെല്ലാം അപ്പനുള്ള കാലത്ത് നടന്നതല്ലേ? എല്ലാവർക്കും ആവശ്യത്തിനും അതിലധികവും തന്നതല്ലേ? ഇനിയുള്ള ആ വീടും 75 സെന്റ് സ്ഥലവും അതെന്റെ പേരിലല്ലേ? കുറച്ച് പണം ഞാൻ ഇവിടെ കൊടുത്തു. ഇനി കിട്ടാനുള്ള പണം ബാങ്കിലിടും. എന്റെ മരണശേഷം നിങ്ങൾക്കത് വീതിച്ചെടുക്കാം. ഇതൊന്നു പറയാനാ 3 പേരെയും വിളിപ്പിച്ചത്. പള്ളിമേടയിൽ വെച്ച് വികാരിച്ചെന്റെ മധ്യസ്ഥതയിലായിരുന്നു എല്ലാം. അതാ ആദ്യം പള്ളിയിൽ വരാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് ഇവര് വന്നപ്പോ ഞാൻ കൂടെ ഇങ്ങ് പോന്നു. ഇനി എന്നെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് കാണാം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. സുഭാഷിതങ്ങൾ 16-1 അമ്മ എന്താ അങ്ങനെ പറയണത്? വേണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വരും. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ മോനെ? ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ വന്ന് നോക്കും അമ്മേനെ. ഇവിടെ വന്ന് നോക്കാനല്ല, വേണ്ടി വന്നാലേ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കും. അമ്മ വരുന്നോ? അല്ല എന്നെ. അപ്പൊ നേരത്തെ നീ പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരി അവിടെ. ഇനി അത് പറഞ്ഞൊരു തർക്കം വേണ്ട. എന്നെ കാണണമെന്നുള്ളവര് ഇവിടെ വാ. ഞാൻ പോണു. ഇത്തിരി നേരം എനിക്കൊന്ന് കിടക്കണം. നീ എന്താ പറഞ്ഞത്? ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മേനെ ഞാൻ നോക്കാന്നോ? പിന്നെ ചേട്ടൻ എന്ത് വിചാരിച്ചു? നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ?
ദേ രണ്ടിന്റെ ഉദ്ദേശം കൊള്ളാം. ഇപ്പൊ എന്തു പറ്റി? എല്ലാം വീതിച്ച് കിട്ടിയില്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടുപോകാന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണ്. പിന്നെ ബാക്കിയുള്ളവരെന്താ ആത്മാർത്ഥത ഇല്ലാത്തവരാണോ? ചേട്ടാ ചേട്ടൻ വന്നേ. ഓ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.